ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, ഇതിന് തൊട്ടു മുമ്പലത്തെ ശുശ്രൂഷയിൽ ഞാൻ നിങ്ങളോട് പ്രത്യേകമായി പാപത്തിൻ്റെ ഒരു നിർവചനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ദൈവത്തോട് നോ പറഞ്ഞ പിശാചിനോട് യേസ് പറയലാണ് പാപം, അതിൻ്റെ ദുരന്തപരം എന്താണെന്നും പറഞ്ഞു. ദൈവത്തോട് നോ പറഞ്ഞ് പിശാചിനോട് യെസ് പറഞ്ഞു കഴിയുമ്പോഴേക്ക് നമ്മിലേക്ക് പൈശാചികത കയറി വരും. അതിനെക്കുറിച്ച് പറഞ്ഞു. നമ്മൾ ഈ പൈശാചികത വന്നു കഴിയുമ്പോൾ ഏറ്റവും വലിയ അപകടം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവേഷ്ടം എന്തെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ വരും. ഈ പൈശാചികത കടന്നു വരുന്നത് മനസ്സിലേക്കാണ്. മനസ്സ് പിശാച് ഒബ്സസ് ചെയ്യും എന്ന് പറഞ്ഞാൽ മനസ്സിൽ പിശാച് ആവേശിക്കും. എൻ്റെ മലയാളം പറഞ്ഞാൽ പിശാച് മനസ്സിനെ ബന്ധിക്കുന്നൊരവസ്ഥയാണത്. മനസ്സ് പിശാചിൻ്റെ ബന്ധനത്തിൽ പെട്ട് കഴിഞ്ഞാലുള്ള കുഴപ്പം, ദൈവീകമായത് എന്താണ്, ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് എന്താണ് എന്ന് വിവേചിച്ചറിയാനായിട്ടുള്ള ആ അവസ്ഥ നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ റോമാക്കാർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടണം. അങ്ങനെ രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന എന്താണ്, ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണമായതെന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നമുക്ക് സാധിക്കും. അപ്പോൾ പിശാചിനോട് യെസ് പറഞ്ഞ് നമ്മുടെ മനസ്സിനെ പിശാച് അനുകൂലമാക്കി നിർത്തി നമ്മൾ നശിച്ചു പോകണമെന്നും നരകത്തിൽ പോകണമെന്നും ദൈവത്തെ ഉപേക്ഷിക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ലായിരിക്കാം. പക്ഷെ ദൈവികമല്ലാത്ത ചില കാര്യങ്ങൾ, ദൈവാനുഗ്രഹമൊക്കെ വേണം, ദൈവത്തിൻ്റെ കൂട്ടായ്മ വേണം, ദൈവത്തോട് ജീവിച്ച് സ്വർഗത്തിൽ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, അതിനുള്ള പരിശ്രമവും നടത്തുന്നുള്ള ചിലർ. പക്ഷേ ജഡമോ അല്ലെങ്കിൽ ലോകമോ ദൈവത്തിനെതിരായിട്ട് പിശാചിന് അനുകൂലമായിട്ട് നമ്മളെ മാടി വിളിക്കുന്ന ഒരവസരത്തിൽ, പിശാച് നമ്മളെ പ്രലോഭനം വഴി ക്ഷണിക്കുന്ന അവസരത്തിൽ അവനോട് യേശു പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അവൻ കയറും. യോഹന്നാൻ 13:27 പറയുന്നത് പോലെ, അപ്പക്കഷണം സ്വീകരിച്ചപ്പോൾ പിശാച് അവനിൽ പ്രവേശിച്ചു എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ കയറി കഴിഞ്ഞ് മനസ്സിനെ ബന്ധിച്ചു കഴിഞ്ഞാൽ ഉള്ള ഒരവസ്ഥ, ദൈവത്തിൻ്റെ തിരിഹിതം എന്താണെന്ന് അറിയാൻ പറ്റില്ല, ദൈവത്തിന് പ്രീതികരമായത് എന്താണെന്ന് അറിയാൻ പറ്റില്ല, പരിപൂർണമായത് എന്താണെന്ന് അറിയാൻ പറ്റില്ല. അങ്ങനെ അറിവില്ലായ്മ, ഒരു ദുർജ്ഞാനത്തിലേക്ക് നമ്മൾ കടന്നു വരും. ഹവ്വയെ പിശാച് പ്രലോഭിപ്പിച്ചപ്പോൾ ദുർജ്ഞാനത്തിൻ്റെ ഉറവിടമായ പിശാചിൽ നിന്ന് വന്ന പ്രബോധനം സ്വീകരിച്ച് പിശാചിൽ വിശ്വസിച്ച് പിശാചിനെ അനുസരിച്ചപ്പോൾ ഹവ്വയ്ക്ക് മനസ്സുകൊണ്ട് പിന്നെ ദൈവത്തിന് അനുകൂലമായോ ദൈവത്തിന് പ്രീതികരമായതോ പരിപൂർണമായതോ തിരഞ്ഞെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ഞാൻ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഒരു സഹോദരി ഭർത്താവിനെ വഞ്ചിച്ച് ജഡിക പാപത്തിൽ മുഴുകി അവിഹിത ബന്ധത്തിൽ വീണ് അവസാനം ഭർത്താവ് ഇതറിഞ്ഞു ആത്മഹത്യ ചെയ്തു. ഈ സ്ത്രീയും പിന്നീട് അതിൻ്റെ പിന്നാലെ തന്നെ പോയി എന്നുള്ള ഒരു ദുരന്ത വാർത്ത, വളരെ നിഷേധാത്മകമായ, നമ്മുടെയൊക്കെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഞാൻ പങ്കുവച്ചു. ഇവിടെ ഈ മകളോട്, ഈ ഭാര്യയോട് അല്ലെങ്കിൽ അമ്മയോട്, വിദേശത്തായിരുന്ന മകൾ ഫോണിലൂടെ സംസാരിച്ച് അമ്മയുടെ ദുരവസ്ഥ അറിഞ്ഞു. അപ്പൻ്റെ മരണം അറിഞ്ഞ് വരാൻ പറ്റിയില്ല. അപ്പൻ്റെ ഫ്യൂണറൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷേ ഈ മകൾക്ക് ജ്ഞാനമുണ്ടായിരുന്നതുകൊണ്ട് അമ്മയ്ക്ക് കുറ്റബോധം വരാത്ത വിധം അമ്മയെ സാന്ത്വനിപ്പിക്കുക മാത്രം ചെയ്തു. ബന്ധുക്കൾ വഴി മകൾ ഇവരൊക്കെ അറിഞ്ഞിട്ടും ജ്ഞാനമുണ്ടായിരുന്ന മകൾ, വിശുദ്ധിയായിരുന്ന മകൾ അമ്മയോട് ഇതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല. അവസാനം അമ്മ ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ മകള് അമ്മയോട് പറഞ്ഞ വാചകം മകൾ എന്നോട് പറഞ്ഞതാണ്. എൻ്റെ അടുക്കൽ വന്ന് സംസാരിച്ചതാണ് ഈ സ്ത്രീയെ. അപ്പോൾ ധ്യാനം കൂടാൻ പറഞ്ഞിട്ട് ധ്യാനം കൂടാൻ സമ്മതിക്കാതെ എനിക്കിവിടെ ഇരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞൊരു പോക്ക് പോയതാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം, ഈ ദുരന്തമൊക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം, അപ്പൻ്റെ മരണശേഷം മകൾ വന്ന് അമ്മയോട് പറഞ്ഞത്, അമ്മയോട് ഞാൻ ഒന്നും ചോദിക്കുന്നില്ല, അമ്മ എന്നോടൊന്നും പറയണ്ട, എല്ലാം ഈശോയോടൊന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുവന്നത്. എല്ലാം ഞാൻ കേട്ടു, ഞാൻ സാന്ത്വന വാക്കുകൾ പറഞ്ഞു.
ദൈവത്തിൻ്റെ അനന്ത കരുണയെക്കുറിച്ച് പറഞ്ഞു. പറ്റിപ്പോയ അബദ്ധത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ദൈവം കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. അവിടുന്ന് കരം വിരിച്ച് വാ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചുള്ള എല്ലാ സന്ദേശങ്ങളും പറഞ്ഞു കൊടുത്തതാണ്. പക്ഷേ പിശാച് മനസ്സിൽ കയറി കൂടിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് പിശാച് പറഞ്ഞു, യൂദാസിനോട് പറഞ്ഞതുപോലെ, നീ ഗുരുവിനെ ഒറ്റക്കൊടുത്താൽ നിനക്ക് ജീവിക്കാൻ അവകാശമില്ല, പോയി ചാകുക എന്ന് അവനോട് പറഞ്ഞു. അതേ പിശാച് ഈ സ്ത്രീയോട് അങ്ങനെ തന്നെ പറഞ്ഞു. അതാണ് ആ ദുരന്തത്തിന് കാരണമായത്. മകൾ എന്നോട് പറഞ്ഞതാണ്, ഞാൻ അമ്മ ചെയ്യാൻ പോകുന്ന മഹാദുരന്തം അറിഞ്ഞുകൊണ്ടാണ് അമ്മയോട് കാര്യം ചോദിക്കാതിരുന്നത്. ഞാൻ അമ്മ അച്ഛനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുറിയുടെ പുറത്തിരുന്ന് ഞാൻ ചങ്ക് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് മകളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അമ്മ മാനസാന്തരപ്പെട്ടതെന്ന് പറഞ്ഞാൽ, ഈ ദുരാത്മാവ് ഒരാളുടെ മനസ്സിനെ കയറി ബന്ധിച്ച് കഴിയുമ്പോൾ, പാപം വഴി ഉള്ളിക്കയറുന്ന പിശാച് നമ്മളെ ബന്ധിച്ച് കഴിയുമ്പോൾ, അയാൾ അനുദപിക്കുന്നില്ലെങ്കിൽ രണ്ട് ദുരന്തങ്ങൾക്ക് സാധ്യതയുണ്ട്. ഒന്നുകിൽ അയാൾ പാപത്തിൽ തുടരും, അല്ലെങ്കിൽ എന്നേക്കുമായി തൻ്റെ ജീവിതം അവസാനിപ്പിച്ച് പിശാച് തൻ്റെ ആത്മാവിനെ കയ്യാളിക്കുന്ന, ഏൽപ്പിച്ചു കൊടുക്കുന്ന മഹാദുരന്തത്തിൽ ആത്മഹത്യയിൽ നിബന്ധിക്കും. അതാ യൂദാസിന് പറ്റിയത്. ആത്മഹത്യ എന്ന പലരുടെ അവസ്ഥ ഇതാണ്. അവരെവിടെയെങ്കിലും പിശാചിനോട് യെസ് പറഞ്ഞ് ദൈവത്തോട് നോ പറഞ്ഞിട്ടുണ്ടായ ഒരു ദുരന്തത്തിൻ്റെ ഫലമായ ഈ ഒബ്സഷൻ എന്ന് പറയുന്ന പിശാച് മനസ്സിനെ ബന്ധിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പം ഞാനിത് നിങ്ങളോട് പറയുന്നത്, നമുക്കൊക്കെ അബദ്ധങ്ങൾ പറ്റും, മണ്ടത്തരങ്ങൾ പറ്റും, പാപങ്ങളിൽ നമ്മൾ വീടുപോയെന്ന് വരാം. നമുക്ക് കുറവുകളുണ്ട്, നമ്മൾ ബലഹീനരാണ്. പക്ഷേ പാപത്തിൽ വീണു എന്നുള്ളതിലുപരി അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ടോ, അനുദപിക്കുന്നുണ്ടോ, പശ്ചാത്തപിക്കുന്നുണ്ടോ? അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ടാണ് ഈശോ കുരിശിൽ ചുമന്നുകൊണ്ട് ഗാൽത്താവിലേക്ക് പോയപ്പോൾ 3 തവണ വീണു എന്ന് എഴുതി വെച്ചിരിക്കുന്നത്? എനിക്കതിനെക്കുറിച്ചൊരു വ്യാഖ്യാനം ഇങ്ങനെ കിട്ടി. ഈശോ 3 അല്ല വീണത്, അത് കൂടുതൽ വീണിട്ടുണ്ടായിരിക്കാമെന്നും ബൈബിൾ പണ്ഡിതന്മാരും ദൈവശാസ്ത്രന്മാരും പറയും. ചിലപ്പോൾ 3 തവണ വീണിട്ടില്ലായിരിക്കാം. പക്ഷേ ആവർത്തിച്ച് 1-ാം പ്രാവശ്യം, 2-ാം പ്രാവശ്യം, 3-ാം പ്രാവശ്യം വീഴുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, നമ്മൾ എത്രയൊക്കെ വീണാലും എഴുന്നേൽക്കണം, യാത്ര തുടരണം. നമുക്ക് എത്രമാത്രം അപകടകരമായ വിധത്തിലുള്ള പരാജയങ്ങൾ, വീഴ്ചകൾ സംഭവിച്ചാലും നമ്മൾ വീണെടുത്ത് കിടക്കരുത്, വീണെടുത്ത് എഴുന്നേൽക്കണം. ചിലർ വീണെടുത്ത് തന്നെ സുഖം ആസ്വദിച്ച് കിടക്കും. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. ആ വീണെടുത്തെ ആ പന്നിക്കുഴിയിലെ അവസ്ഥയിൽ സന്തോഷിച്ച് കഴിയും. ധൂർത്തപുത്രൻ പന്നിക്കുഴിയിൽ വിശപ്പ് കൊണ്ട് വലഞ്ഞ് മരിക്കാനായപ്പോഴാണ് അപ്പൻ്റെ അടുത്ത് തിരിച്ചു പോകുന്നത്. ചിലർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ ആരോഗ്യമുണ്ടെങ്കിൽ അവിടെ പിടിച്ചു നിന്ന് കളയും. ഏതായിരുന്നാലും ദൈവത്തോട് നോ പറഞ്ഞ പിശാചിനോട് യേശു പറയുന്ന ഓരോരുത്തരും അറിയേണ്ട ഒരു കാര്യം, അതിന് പരിഹാരമായി ചെയ്യേണ്ടത് ആ പിശാചിന്റെ നേരെ തിരിഞ്ഞ അവസ്ഥ. ദിനവൃത്താന്തം 2-ാം പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 6-ാം തിരുവചനത്തിൽ നമ്മുടെ പിതാക്കന്മാർ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് മുഖം തിരിച്ചു, അവർ പുറംതിരിഞ്ഞു എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് പകരമായി സംഭവിക്കേണ്ടത്, അവർ ദൈവത്തെങ്കിലേക്കൊന്ന് മുഖം തിരിക്കണം. ദൈവത്തെങ്കിലേക്ക് മുഖം തിരിച്ചാൽ അനുതാപം വരും. പിശാചിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നാൽ കുറ്റബോധം വരും. ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞാൽ അനുതാപവും മാനസാന്തരവും ഉണ്ടാകും. ദൈവത്തിൻ്റെ സ്നേഹം അത് നീതിമാന്മാരുടെ മേൽ നീതിരഹിതരുടെ മേൽ ഒരുപോലെ സൂര്യനെ ഉദിപ്പിക്കുകയും മഴ പെയ്യുകയും ചെയ്യുന്ന സ്നേഹമാണ്. അതുകൊണ്ട് ആ സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ അനുദപിക്കാൻ പറ്റും. പാപത്തോടുള്ള വെറുപ്പ് നമ്മുടെ ഉള്ളിൽ വരും, പിശാചിനോട് വെറുപ്പ് നമ്മുടെ ഉള്ളിൽ വരും, ദൈവത്തോട് സ്നേഹം നമ്മുടെ ഉള്ളിൽ വരും. അപ്പോൾ നമുക്ക് ദൈവമേ എന്നോട് ക്ഷമിക്കണമെന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ കുറേ കാലത്തേക്ക് ആ വീഴ്ചയിൽ നിലനിൽക്കുന്ന സ്വഭാവമുള്ളവരും, അല്ലെങ്കിൽ അപ്പോൾ തന്നെ അത് ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുന്നതിന് പകരം കുമ്പസാരം നീട്ടിവെക്കുന്നവരും ഒരു കാര്യം അറിയുക, ഒത്തിരി പാപങ്ങളായിട്ട് കുമ്പസാരിച്ചാൽ മതി എന്ന് തീരുമാനം ചെയ്യരുത്. എന്നോട് പലരും ചോദിക്കും എപ്പോഴൊക്കെ കുമ്പസാരിക്കണം. സാധാരണഗതിയിൽ ആത്മീയ വളർച്ചയ്ക്ക് അനിവാര്യമായിട്ടുള്ള ഒരു മേഖലയിൽ വളരുന്നവർ അവർ ചോദിക്കുമ്പോൾ പറയുന്നത് 2 ആഴ്ച കൂടുമ്പോൾ 1 അല്ലെങ്കിൽ മാസത്തിലൊന്ന് കുമ്പസാരിക്കണം എന്ന് പറയും. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഞാൻ പറയുന്ന ഒരു പാപം സംഭവിച്ചാൽ അപ്പോൾ തന്നെ കുമ്പസാരിക്കുക. ഏറ്റവും അടുത്ത സാഹചര്യത്തിൽ അന്ന് പറ്റുമെങ്കിൽ അന്ന് തന്നെ ഏറ്റവും അടുത്ത ഒരു വൈദികൻ്റെ അടുക്കൽ പോയി അത് ഏറ്റുപറയുക. അങ്ങനെയാണെങ്കിൽ കൂടുതൽ പാപങ്ങളിലേക്ക് വീഴില്ല,
ആ പാപത്തിൻ്റെ ദുരന്ത ഫലത്തിന് പകരം ദൈവികമായ അനുഗ്രഹം നമ്മിലേക്ക് വരും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, പാപഫലമായി പിശാചിനോട് യെസ് പറഞ്ഞത് അങ്ങോട്ട് നോ പറഞ്ഞതിൻ്റെ ഫലമായി ഞങ്ങളിലേക്ക് വരുന്ന പൈശാചികതയിൽ നിന്ന്, ആ മാനസിക ബന്ധനതരത്തിൽ നിന്ന് മോചനം കിട്ടാൻ ഞങ്ങൾ അങ്ങയുടെ പക്കലേക്ക് തിരിഞ്ഞ് അങ്ങയോട് സോറി പറയണം, മാപ്പ് പറയണം, അങ്ങയുടെ യേസ് പറയണം എന്ന് ഞങ്ങളിപ്പോൾ അറിയുന്നു. ആ ഒരു കൃപാവരത്തിനായി യാചിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.